എല്ലാവർക്കും സ്കിലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പ്ലസ് വണ്ണിന്റെ അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏതാണ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എല്ലാവരും ക്ലാസ് വളരെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് സെക്ഷനിൽ എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് പോരായ്മകൾ എന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി പറയുക. സോ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ അകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടപാടുകളെ എന്ത് ചെയ്യുക, കാണിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ്ങിനെ കാണിക്കുവാൻ എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. പ്രൊഫഷണൽ ബോഡിയുടെ പേരാണ് ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറയും. എന്താണ് പറയുന്നത്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് പബ്ലിക് അക്കൗണ്ട്സ്. അവരെന്താണ് അക്കൗണ്ടിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻസ് ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് thereof. ഇതുകൊണ്ട് പറയുന്നത് ഈ ഒരു കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കേട്ട് എന്ത് ചെയ്യേണ്ട, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, നമ്മൾ ഒരു ബിസിനസിന്റെ അകത്ത് നടക്കുന്ന എല്ലാ ഇടപാടുകളും കൃത്യമായി തന്നെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, അത് എഴുതി എവിടെയാന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക, അത് തരം തിരിക്കുക. ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ തരം തിരിക്കുക. തരം തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ അകത്ത് ലാഭം ഉണ്ടായിരിക്കും, നഷ്ടം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ടായിരിക്കും, റവന്യൂ ഉണ്ടായിരിക്കും, വരവ് ചെലവ്, അത് അതാത് സൈഡുകളിൽ തന്നെ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വർഷ അവസാനം അല്ലെങ്കിൽ ആ ഒരു മാസ അവസാനം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ മാസം വന്നത് ലാഭമാണോ നഷ്ടമാണോ, നമ്മൾ എത്ര രൂപയുടെ സ്റ്റോക്കാണ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചരക്ക്, ഗുഡ്സ് എന്നാണ് പറയുന്നത്, നമ്മൾ എത്ര രൂപയുടെ സ്റ്റോക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മേടിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിറ്റിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്ത് അനലൈസ് എന്ന് പറയുമ്പോൾ സമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുകയാണ്, ഒന്ന് ക്രോഡീകരിച്ച് വിശകലനം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ. അത് മാത്രമല്ല ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ്, പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരു ബിസിനസിന്റെ അകത്ത് നടക്കുന്ന, ബിസിനസിന്റെ അകത്ത് പല കാര്യങ്ങൾ കാണും, എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ കാണും, അല്ലെങ്കിൽ എന്താണ് പറയുന്ന ഈ ഒരു എംപ്ലോയീസിന്റെ ഗോസിപ്സ് സ്റ്റോറീസുകൾ കാണും. ഇതൊന്നുമല്ല എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്, പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നു, ആ വക കാര്യങ്ങളെല്ലാം തന്നെ വർഷാവസാനം വിശകലനം ചെയ്യുന്നു. ഇതാണ് ഏതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസിന്റെ അകത്ത് നടക്കുന്ന എല്ലാ ഇടപാടുകളും എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന് ശേഷം അടുത്ത നമ്മൾ എന്താണ്, കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനി അടച്ചു പൂട്ടാറായോ, അതോ ഡെവലപ്പിംഗ് സ്റ്റേജിലാണോ, അതോ ഡെവലപ്പിംഗോട് പൊക്കോണ്ടിരിക്കുകയാണോ, അതോ ഡെവലപ്പ് ആയി കഴിഞ്ഞോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പറയുന്നത് പ്രൊവൈഡിങ് അക്കൗണ്ട് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. കമ്പനിയുടെ നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വഴി കമ്പനിയുടെ എന്ത് ചെയ്യുന്നു, ഈ വക ഇൻഫർമേഷൻ എല്ലാം പല പല യൂസേഴ്സിന്, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും, അവർക്കെല്ലാം യൂസ് ചെയ്യാനായി സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത് എന്താണ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അതിന് മുമ്പായിട്ട് അക്കൗണ്ടിങ് യൂസേഴ്സ് ആരൊക്കെയാണ്, ഇത് ആരൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നതാണ്, അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. ഒന്നാമത് അടുത്ത പറയാൻ പോകുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഞാൻ ആദ്യം പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നാണ് പറയുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. പണപരമായിട്ടുള്ള ഇടപാടുകളെ വളരെ കൃത്യമായി തന്നെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. എന്തായിട്ട്, ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. എന്തിനാണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടായിട്ട്, പണപരമായിട്ട് അടങ്ങുന്ന ഒരു രേഖയായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്നാണ് പറയുന്നത്, ഒരു ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സക്സസ്, ഒരു സ്ഥാപനം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടും പണപരമായിട്ട് അതിന് എത്രത്തോളം ആസ്തി ഉണ്ടെന്നും എല്ലാം നമുക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നോക്കുന്ന വഴി, ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കുന്നത് വഴി കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഏത് രീതിയിലാണെന്നും, കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നെല്ലാം കൃത്യമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്,
എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ഒരു കമ്പനിയുടെ അകത്ത് എത്രത്തോളം ചെലവാണ് നടക്കുന്നത്. നമ്മളിപ്പോ ഒരു സാധനം പ്രൊഡക്ഷൻ ചെയ്യുന്നു, നമ്മുടെ കമ്പനി ഷൂ ഫാക്ടറി ആണെന്ന് നോക്കിയാൽ ഷൂ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിയാണ്. നമുക്ക് ഓരോ ഷൂ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എത്ര രൂപയുടെ ചെലവാണ് ഉണ്ടാകുന്നത്, ഓരോ ഷൂ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എത്ര രൂപയുടെ കറണ്ട് നമ്മൾ ഉണ്ടാകുന്നു, ഓരോ ഷൂ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഓരോ എംപ്ലോയിസിനും നമ്മൾ എത്ര രൂപ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, സാലറി മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇതിനെല്ലാം കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു, കോസ്റ്റ് ആസ്പെക്റ്റിൽ വിശകലനം ചെയ്യുന്നു. അപ്പോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സാധനത്തിന്റെ ചെലവ് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ സാധനത്തിൽ നമുക്ക് കൃത്യമായിട്ട് വിലയിടാൻ പറ്റൂ. എന്ത് വിലയിടാൻ? ആ സാധനം എത്ര രൂപയ്ക്ക് വിറ്റാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും നമ്മളെ കയ്യിലോട്ട് എത്തുക എന്ന് മനസ്സിലാവുന്നത്. അടുത്ത പറയാൻ പോകുന്നത് എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നാണ്. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എന്താണ് മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസിന്റെ അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും, ബിസിനസിനകത്തുള്ള ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷനും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസിന്റെ അകത്ത് നമ്മൾ, ബിസിനസ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു പോരാട്ടമാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും, നമ്മുടെ എക്കോണമിയിൽ വരുന്ന മാറ്റങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണ വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് കമ്പനികൾ അടച്ചുപൂട്ടി. കാരണം എന്താണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ഫണ്ടുകളില്ല, അത് വാങ്ങാനായിട്ട് ആളുകളില്ല. അപ്പോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്കോണമിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ബിസിനസിന്റെ അകത്ത് ആ കൃത്യസമയത്ത് തന്നെ എടുക്കുക. അതിനനുസരിച്ച് ബിസിനസിനെ പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണോ ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുക. ഇതെല്ലാം അടങ്ങുന്നതാണ് ഏതെന്ന് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോർഷനിലേക്ക് പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് ആരൊക്കെ എന്നാണ് പറയുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ഇന്റേണൽ യൂസറും, രണ്ടാമത് പറയാൻ പോകുന്നത് എക്സ്റ്റേണൽ യൂസറും. ഇന്റേണൽ യൂസർ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു കമ്പനിയുടെ അകത്ത് നിൽക്കുന്ന യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഇരിക്കോടെ, കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ്, കമ്പനിയിൽ പൈസ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർ, കമ്പനിയുടെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാർ. ഈ കമ്പനിയുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഫണ്ട് പോവുകയോ അതോ അവിടെ തന്നെ കാണുമോ, അതോ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ, റേറ്റ് ഓഫ് റിട്ടേൺ ഇതൊക്കെ കിട്ടുമോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ. മാനേജ്മെന്റ് ഇതെന്തിനാണ് നോക്കുന്നത്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ ബിസിനസിന്റെ അകത്ത് ഇടപാടുകളെല്ലാം നടക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കാണണം. അടുത്ത പറയാൻ പോകുന്നത് എക്സ്റ്റേണൽ യൂസേഴ്സ്, കമ്പനിയുടെ പുറത്തു നിന്ന് കമ്പനിയുടെ ഡേറ്റാസുകൾ നോക്കുന്ന ആരൊക്കെ എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം പറയുന്നത് എംപ്ലോയി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. എംപ്ലോയി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ഓൺ ദ സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ നിലനിൽപ്പ് നല്ല രീതിയിലാണോ, കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ, അതെന്തിനാണ് ഒരു എംപ്ലോയി നോക്കുന്നത്. എംപ്ലോയി നോക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ജോലി മുന്നോട്ടേക്ക് പോകുമോ അതോ ഞാൻ വേറെ ജോലി നോക്കണോ എന്നെല്ലാം എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, എംപ്ലോയി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാരണം കമ്പനി ഇല്ലെങ്കിൽ നാളെ ഈ എംപ്ലോയീസിന് ജോലി ഉണ്ടാണേ ഇല്ല. അടുത്ത പറയുന്നത്, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ലെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് പണം തരുന്ന ആൾക്കാർ. നമുക്ക് എന്തിനാണ് അവർ പണം തരുന്നത്, നമുക്ക് അവർ കടത്തിന് പൈസ തരും. അവർ നമുക്ക് കടത്തിന് പൈസ തരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ക്രെഡിറ്റ് ഓക്കെ ആണെന്ന് കാണിക്കണം. കാരണം നമുക്ക് അത് റീപേ ചെയ്യാനായിട്ടുള്ള അവസരം, അല്ലെങ്കിൽ നമുക്ക് റീപേ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഒരു പൈസ കടമായിട്ട് തരത്തുള്ളൂ. അടുത്ത പറയുന്നത് സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സുകളും എന്ത് തന്നെയാണ്, സെയിം ഇതുപോലെ തന്നെയാണ്. കാരണം നമുക്ക് ഒരു ഗുഡ്സ് എന്ത് ചെയ്യണമെങ്കിൽ, വേറൊരു കച്ചവടക്കാരൻ നമുക്ക് കടമായിട്ട് തരണമെങ്കിൽ നാളെ നമ്മൾ ഈ പൈസ എന്ത് ചെയ്യണമെന്ന്, തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പ് വേണം. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുമെന്ന് എങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത്, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇത്ര ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കടത്തിന് പൈസ തരത്തുള്ളൂ. കാരണം നമ്മുടെ കമ്പനിയുടെ നഷ്ടത്തിലാണെങ്കിൽ അവരുടെ സാധനത്തിന്റെ പൈസ അവർക്ക് കിട്ടുമോ, കാരണം അപ്പൊ അവരുടെ കമ്പനി എന്ത് ചെയ്യും, നഷ്ടത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ അക്കൗണ്ടിങ് ഡേറ്റാസുകൾ വിശകലനം ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ആരാണ്, കസ്റ്റമേഴ്സ് ആണ് പറയുന്നത്. ഈ കസ്റ്റമേഴ്സ് എന്താണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് ചിലവരെന്ത് ചെയ്യും, പ്രൗഡി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞാൻ മേടിക്കുന്ന നൈക്കിന്റെ കമ്പനിയാണ്, അല്ലെങ്കിൽ ആപ്പിൾ, ഇതെല്ലാം നമുക്ക് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും ടേൺ ഓവർ ഉള്ള കമ്പനിയാണ്, ഞാൻ അവരുടെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയെല്ലാം ചെയ്യുന്നവരുണ്ട്. സോ ഇവർ ഇത്രയും പേരുമാണ് ആരെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ആരാണ്, കോമ്പറ്റീറ്റേഴ്സ്. ആരാണ് ഈ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്,
നമ്മുടെ സെയിം പ്രോഡക്റ്റ് വിൽക്കുന്ന മറ്റ് കമ്പനിക്കാരാണ് എന്ന് പറയുന്ന കോമ്പറ്റീറ്റേഴ്സ്. അവർ നമ്മൾ എന്ത് ചെയ്തിട്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. ഈ കമ്പനി പിന്നെ ലാഭത്തിലേക്കാണോ അതോ നഷ്ടത്തിലേക്കാണോ പോകുന്നത്. കാരണം നമ്മുടെ കമ്പനി ലാഭത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളെക്കാൾ മുന്നിൽ ഒരു പടി വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നതായിരിക്കും, അവർ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും എടുക്കുന്നതാണ്. ഇവരെല്ലാം ഇത് നോക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ അക്കൗണ്ടിങ് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അടുത്ത പറയുന്നത് ഗവൺമെന്റ് ആൻഡ് അതർ റെഗുലേഷൻ. ഗവൺമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മളെ വാച്ച് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് എത്ര രൂപയുടെ ടേൺ ഓവർ ഉണ്ടെന്നതിന്റെ അല്ല ഉണ്ടാകുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗവൺമെന്റിന് ടാക്സും മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കള്ളത്തരം കാണിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഫങ്ഷൻസിൽ നമ്മൾ ആദ്യം പറയുന്നത് റെക്കോർഡിംഗ് എന്താണെന്നാണ് പറയുന്നത്. റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു ബിസിനസിന്റെ അകത്ത് നടക്കുന്ന പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നു. ഇപ്പൊ നമ്മളൊരു സാധാ ഒരു പെട്ടിക്കടയാണെന്ന് തന്നെ വെക്കുക, ഒരു പെട്ടിക്കടയിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയത്തില്ല. ഒരു ഞാനൊരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ബിസിനസ് നടത്തുന്നു. ഞാൻ എന്ത് ചെയ്യും, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്യുന്നതാണ്, എനിക്ക് ഇത്ര രൂപയുടെ വരവ് വന്നു, ഇത്ര രൂപ കയ്യിൽ നിന്ന് പോയി, നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നതാണ്. അത് ലിറ്ററലി എന്ത് ചെയ്യുന്നു, കുറച്ചൊന്ന് മോഡിയൊക്കെ പിടിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്നെന്താക്കി പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത പറയുന്നത് ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. എന്ത് ചെയ്യുന്നു, വരവാണോ ചെലവാണോ, വരവ് വേറൊരു സൈഡിൽ എഴുതുന്നു, അതുപോലെ ചെലവ് മറ്റൊരു സൈഡിലേക്ക് എന്ത് ചെയ്യുന്നതാണ്, കൊണ്ടുപോയി കാണിക്കുന്നതാണ്. അടുത്ത പറയുന്നത് സമ്മറൈസിങ്. എന്താണ് സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ, നേരത്തെ റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്നതും ക്ലാസിഫൈ ചെയ്ത് വച്ചിരിക്കുന്നതുമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, വിശകലനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുന്നു, ഓക്കെ ആണോ, ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആണോ, നമുക്ക് ലാഭമാണോ നഷ്ടമാണോ. നമ്മൾ ഇതെല്ലാം കാണുന്നത് അക്കൗണ്ടിങ്ങിന്റെ 3 ബുക്സ് വഴിയാണ്. ഏതൊക്കെയാണ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ് എന്നിങ്ങനെ 3 ഡേറ്റാസുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അതിന്റെ കൂടെ വരുന്ന മറ്റൊരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതാരും മറന്നു പോകരുത്. ഓക്കെ, അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബുക്സ് എല്ലാം വരച്ചു വെച്ചു, പ്രോഫിറ്റ് ലോസ് എല്ലാം കണ്ടുപിടിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാവുന്ന ഇതിനാണ് പറയുന്ന അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ലാഭമാണോ നഷ്ടമാണോ, നമ്മുടെ ബിസിനസ് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തു, മനസ്സിലായി. എന്നിട്ട് അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് ഏത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ആർക്കാണോ ഈ ഡേറ്റാസുകൾ ആവശ്യം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും ഈ ഡേറ്റാസുകൾ വേണ്ടത്, നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സ് അഥവാ ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി വരുത്തേണ്ടത് എന്നെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുന്നു. അടുത്ത പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാളിറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അക്കൗണ്ടിങ്ങിന് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞത് വിശ്വസനീയമായിരിക്കണം. കാരണം ഉടായ്പകളൊന്നും എഴുതി കയറ്റാൻ പാടില്ല, കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. അതാണ് ഏതെന്ന് പറയുന്നത്, റിലയബിലിറ്റി. നമുക്ക് എങ്ങനെയാണ് കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റുന്നത്, നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനുകളുടെ ബില്ലും കാര്യങ്ങളും വയ്ക്കുക, വൗച്ചർ വെക്കുക, ഇതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ കാണിക്കുന്ന കാര്യത്തിന് റിലയബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത പറയുന്നത് റെലവൻസ് എന്നാണ് പറയുന്നത്. റെലവൻസ് എന്ന് പറയുമ്പോൾ അവൈലബിൾ ഇൻ ടൈം. നമുക്കൊരു കാര്യം കൃത്യസമയത്തില്ലാതെ നമുക്ക് എപ്പോഴെങ്കിലും നടന്നാൽ മതി. ഇപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം, അല്ലെങ്കിൽ കൊല്ലത്ത് പോകണം, അല്ലെങ്കിൽ ആലപ്പുഴ പോകണം, എനിക്ക് ഇപ്പൊ പോയാലേ ആ കാര്യം നടക്കുള്ളൂ. അല്ല ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ മതിയാ, 2 കൊല്ലം കഴിഞ്ഞിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയാ, പറ്റില്ല. നമുക്കൊരു കാര്യം അല്ലെങ്കിൽ നമുക്കൊരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴാണോ വേണ്ടത് ആ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കാര്യം നടക്കണം. അതാണ് റെലവൻസ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നത് മനസ്സിലാവണം. അല്ലാതെ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാതെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു, ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾ എഴുതുന്നത് ചിലപ്പോൾ മറ്റൊരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾക്കോ എന്ത് ചെയ്യത്തില്ല. ഇല്ലിറ്ററേറ്റർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നില്ല, പരസ്പരം എഴുതുന്നത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുന്നതാണ്, മനസ്സിലാവുന്നതാണ്.
അടുത്തത് കമ്പയറബിലിറ്റി. അത് തന്നെ കമ്പയറബിലിറ്റി. ഇപ്പൊ എനിക്കൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, നമ്മൾ രണ്ടുപേരും ഒരേ അക്കൗണ്ടിങ് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. എന്റെ കമ്പനിയുടെ അക്കൗണ്ട്സ് നോക്കുകയും നിങ്ങളെ കമ്പനിയുടെ അക്കൗണ്ട്സ് നോക്കുകയും എന്ത് ചെയ്യാൻ പറ്റും? താരതമ്യം ചെയ്യാൻ പറ്റും. കാരണം അതിനാണോ ലാഭം കൂടുതൽ, ഇതിനാണോ ലാഭം കൂടുതൽ എന്ന് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു ഫസ്റ്റ് പാഠത്തിന്റെ ലാസ്റ്റ് പോർഷൻ ആണ്. കുറച്ച് ടേമുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു ടേമാണ് എന്താണ് എന്റിറ്റി എന്ന് പറഞ്ഞാൽ. എന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസിനെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിന്റെ പേര് വെച്ചിട്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, നൈക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി, നൈക്ക് എന്നാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. ആപ്പിൾ എന്നാണ് പ്രസന്റ് ചെയ്തത്. അല്ലാതെ ആപ്പിളിന്റെ ചെയർമാന്റെ പേരാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ പേരാണ് പറയുന്നത്? അല്ല. അപ്പൊ എന്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസിനെ റീകോൾ അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന പേര്, ഐഡന്റിഫയബിൾ നെയിം. ഇപ്പൊ എന്റെ പേരെന്ന് പറഞ്ഞത് സൂരജ് എന്നാണ്. അപ്പൊ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ്? സൂരജ് എന്നാണ്. അല്ലാതെ ഡേ ഡാഡു ഇത് വിളിച്ചാൽ പുറത്തൊരാൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂടെ? ഇല്ല. നമ്മളെ പേര് പറഞ്ഞാലല്ലേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അതിനെയാണ് ബിസിനസിനെ നമ്മൾ പറയുന്നതാണ് എന്റിറ്റി എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ഞാൻ ഒരുപാട് വട്ടം ഇപ്പൊ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ഒരു കമ്പനിയുടെ അകത്ത് നടക്കുന്ന ഇടപാടുകളെ പറ്റി പറയുന്നത്. ആ ഇടപാടുകളെ പറയുന്നതാണ്, പണപരമായിട്ടുള്ള ഇടപാടുകളെ പറയുന്നതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ടേം. പർച്ചേസ് ഓഫ് ഗുഡ്സ്, സെയിൽ ഓഫ് ഗുഡ്സ്, ഇതൊക്കെ നമ്മൾ സാലറി പെയ്ഡ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്? ഇതെല്ലാം ഒരു ട്രാൻസാക്ഷൻ ആണ്. അടുത്തത് അസറ്റ് എന്താണ്? എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ അകത്തുള്ള വാല്യുബിൾ ഗുഡ്സിനെയാണെന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നു എന്റെ ലാപ്ടോപ്പ് ഒരു വാല്യുബിൾ ഗുഡാണ്. ഓക്കെ, എന്റെ മൊബൈൽ ഫോൺ ഒരു വാല്യുബിൾ ഗുഡാണ്. അപ്പൊ അതിനാണ് എന്ന് പറയുന്നത് അസറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ക്യാൻ കൺവേർട്ട് ദ ഗുഡ്സ് ഇൻ ടു ക്യാഷ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അസറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ക്യാഷിലോട്ട് മാറ്റാൻ പറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സുകൾ തന്നെ ഒന്ന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് പറയുന്നത്? ഫിക്സഡ് അസറ്റ് ഉണ്ട്. ആദ്യം ഞാൻ അതിൽ പറയാൻ പോകുന്നതാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ which can be continue use for the business for the purpose of producing goods and services not meant for sale. എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വിൽക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ അകത്ത് ഉള്ള ഒരു അസറ്റ് ആണ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നതല്ല, വിൽക്കുന്നതല്ല, ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസറ്റിനെയാണ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഷൂ ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷൂ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്ന കമ്പനികളുടെ അല്ലെങ്കിൽ ആ ഒരു ഷൂ പ്രൊഡക്ഷൻ ചെയ്യുന്ന മെഷീനറി നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു ഫിക്സഡ് അസറ്റ് ആണ്. കാരണം അത് വിൽക്കാനല്ല. കാരണം വിറ്റാ പൈസ കിട്ടും, പക്ഷേ അത് നമ്മുടെ കമ്പനിയിലുള്ള സാധനങ്ങൾ ഗുഡ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു അസറ്റ് നമ്മൾ അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. സോ അങ്ങനെയുള്ള അസറ്റുകളാണ് എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കറണ്ട് അസറ്റ്. എന്താണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ദ അസറ്റ്സ് വിച്ച് ആർ meant and which can be converted into cash within an year. ഒരു വർഷത്തിനകത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ക്യാഷ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യത്തെ ക്യാഷിലോട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാഷ്, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കറണ്ട് അസറ്റ് നമുക്ക് എക്സാമ്പിൾ ആണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്. നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ, കയ്യിലിരിക്കുന്ന പൈസ, ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റ്സ് ആയിട്ട് കൺവേർട്ട് പറയാൻ പറ്റുന്നതാണ്. അടുത്ത പറയാൻ പോകുന്നത് എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയാൻ പോകുന്നത്. ടാഞ്ചിബിൾ അസറ്റ് മീൻ വിച്ച് ക്യാൻ ബി ടച്ച്. ദ അസറ്റ് വിച്ച് ക്യാൻ ബി ടച്ച്. നമുക്ക് തൊടുവാൻ കഴിയുന്ന അസറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് കാറ്, മെഷീനറി, ലാപ്ടോപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യാം? ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അടുത്ത പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് പറയുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തൊടാനായിട്ട് കഴിയാത്ത അസറ്റുകളാണെന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗുഡ് വിൽ, പേറ്റന്റ്, കോപ്പിറൈറ്റ്. അപ്പൊ ഇതിനൊന്നും തൊടാൻ കഴിയത്തില്ല. ഇപ്പൊ ഞാൻ ഒരു പേരുണ്ടാക്കി വെച്ച്, ആ പേര് എന്റെ ഒരു കമ്പനി ഞാൻ പറയുന്നത് എന്റെ കമ്പനി നൈക്ക് എന്ന് പറയുന്ന ആ പേരിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തൊടാനായിട്ട് പറ്റോടെ? ഇല്ല. അതിനാണ് നമ്മൾ പറയുന്ന ഗുഡ് വിൽ എന്ന് പറയുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ലയബിലിറ്റി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ദാറ്റ് ആൻ എന്റർപ്രൈസ് ഹാസ് ടു പേ അറ്റ് സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. നമുക്ക് ഭാവിയിൽ ഞാൻ അടയ്ക്കേണ്ടി വരുന്ന പൈസയെ പറയുന്ന പേരാണെന്നുള്ളത് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. കറണ്ട് ലയബിലിറ്റിയും അതുപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റിയും. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് ടു ബി പെയ്ഡ് വിത്തിൻ 1 year. ഒരു വർഷത്തിനകത്ത് വെച്ച് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന പൈസയെ പറയുന്ന പേരാണെന്നുള്ളത് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് പറയാണ് എന്താണ് നോൺ കറണ്ട്. നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് ടു ബി പെയ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ മോർ ദാൻ 1 year.
ഒരു വർഷത്തിന് മുകളിൽ നമ്മൾ എന്ന് പറയുമ്പോൾ ലോങ് ടേമിലേക്ക്, മറ്റേതെന്ന് പറയുമ്പോൾ എന്താണ് ഷോർട്ട് ടേമിലേക്കുള്ളതാണ്. നോൺ കറണ്ട് എന്ന് പറയുമ്പോൾ ലോങ് ടൈമിലേക്ക് ഉള്ളതാണ്. അടുത്ത പറയാൻ പോകുന്നത് എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുവാൻ വേണ്ടി ഒരു ഓണർ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ഓണറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് പൈസ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു, പിൻവലിക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സെയിൽ എന്ന് പറഞ്ഞാൽ. സെയിൽ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ ഗുഡ്സ് സോൾഡ് ഓർ സർവീസസ് പ്രൊവൈഡ് ടു കസ്റ്റമർ. ഒരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നു, പകരമായി നമുക്ക് എന്ത് കിട്ടുന്നു, വരുമാനം ഉണ്ടാകുന്നു. അപ്പോ അങ്ങനെ ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് സെയിൽ എന്ന് പറഞ്ഞ. സെയിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. നമ്മൾ പണത്തിനും സാധനങ്ങൾ കൊടുക്കാറുണ്ട്, കടത്തിനും സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അടുത്ത പറയാൻ പോകുന്നത് എന്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ. എന്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധനം വിൽക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന പൈസയെ പറയുന്ന പേരാണെന്നുള്ളത് റവന്യൂ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസിന്റെ അകത്ത് റവന്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെലവാക്കുന്ന പൈസയാണെന്ന് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്ത അതും എക്സ്പെൻസ് പോലെ റിലേറ്റഡ് തന്നെയാണ്. എന്താണ്, അതൊരു ലയബിലിറ്റി ആണ് എന്ന് പറയുന്നത്. നമുക്ക് സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, ചില ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെലവാക്കുന്ന പൈസ. അപ്പൊ ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഏതൊക്കെയെന്ന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു വർഷത്തിന് മുകളിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി, നമ്മളൊരു ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ചെലവാക്കിയ പൈസ, ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു വർഷത്തിനേക്കാൾ മുകളിൽ കിട്ടുന്നു ബെനിഫിറ്റ്. അങ്ങനെയുള്ളതിനാണ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു മെഷീനറി മേടിക്കും, നേരത്തെ പറഞ്ഞ ഷൂ ഉണ്ടാക്കുന്ന മെഷീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മേടിക്കുന്നു. അത് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടാണോ? അല്ല. അതേപോലെ അടുത്ത റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി എക്സോസ്റ്റഡ് വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനകത്ത് വെച്ച് നമുക്ക് എന്താണ് ആ ബെനിഫിറ്റ് കിട്ടി തീരുന്നതാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയാൻ പോണത് എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് പോയ പൈസ, എക്സ്പെൻസുകളെ എന്ത് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതും ലോസും ഏകദേശം എന്ത് തന്നെയാണ്, സെയിം ആണ്. കാരണം സെയിം എന്ന് പറയാനുള്ളത് കൺസെപ്റ്റ് അല്ല സെയിം വരുന്നത്, ഇക്വേഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, നമുക്ക് വരുമാനം കൂടുകയും നമ്മൾക്ക് ചെലവാകുന്ന പൈസ കുറയുകയും ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ലോസ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെലവ് കൂടുകയും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന വരവ് കുറയുകയും ചെയ്യുന്നു, അതിനെ ലോസ് എന്ന് പറയുന്നു. അടുത്ത ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വിൽക്കുന്ന ഗുഡ്സ് ഏതാണോ, നമ്മുടെ കമ്പനി നമ്മുടെ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ഏതാണോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഥവാ സ്റ്റോക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പറയാം. അടുത്തതാണ് അത് പർച്ചേസ്. നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ്. എന്തെന്ന് ക്രെഡിറ്റ് എന്നോ അല്ലെങ്കിൽ ഓൺ ക്യാഷ് എന്നോ പറയാം. പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്നും കസ്റ്റമർ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സാധനം പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഡീലറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് മേടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ടു സെല്ല് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനം മേടിക്കുന്നു. അടുത്ത പറയുന്നത് സ്റ്റോക്കും നേരത്തെ ഗുഡ്സും ഏകദേശം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ വിൽക്കാനായിട്ട് വച്ചിരിക്കുന്ന സാധനം. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിന്റെ അകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസിന്റെ സെയിൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റവന്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിൽക്കാനായി വച്ചിരിക്കുന്ന ഗുഡ്സ്, അതിനാണെന്ന് പറയുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പറയുന്നത് ഡെപ്റ്റേഴ്സ് എന്താണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൂ ഓവ് ടു പേ ആൻ എമൗണ്ട് ടു ബിസിനസിന് ആരൊക്കെയാണോ പൈസ തരാനുള്ളത്. ബിസിനസിന് എങ്ങനെ പൈസ തരുന്ന, നമ്മുടെ കയ്യിൽ നിന്നും കടത്തിന് സാധനം മേടിച്ചിട്ടുള്ള ആരാണോ അവരെന്ത് ചെയ്യണം, പൈസ നമുക്ക് തരണം. അവരെ വിളിക്കുന്ന പേരാണ് എന്നുള്ളത് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൈസ കടത്തിന് കൊടുത്തേക്കാണ്.
അപ്പൊ അവരാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പൈസ തരാനുള്ളത്. അവരെ ഡെപ്റ്റേഴ്സ് എന്നും നമ്മളെ ക്രെഡിറ്റേഴ്സ് എന്നും. ക്രെഡിറ്റിന് കൊടുത്ത വ്യക്തികൾ, അപ്പൊ നമ്മൾ എന്തെന്ന് പറയുന്നു, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. പൈസ നമുക്ക് തരാനുള്ളവർ, അവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ 2 പോയിന്റ് ക്ലിയർ ആയേ. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്, എന്താണ് വൗച്ചർ എന്ന് പറയുന്നത്? ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വൗച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബിൽ, റെസീപ്റ്റ്സ് ഒക്കെ പറയാം, പ്രോമിസറി നോട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചാപ്റ്ററിൽ നമ്മൾ പിന്നെയും കാണുന്നത് വരെ ബൈ.